Hello guys, this is Sajil and welcome back to the episode of Sajil's Tech Center. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈവറിനെ കുറിച്ചാണ്. ഒരുപാട് കമന്റ്സ് എനിക്ക് ലഭിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫൈവറിന്റെ പല പല കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈവറിനെ കുറിച്ച് ഇപ്പോൾ യാതൊരു ഐഡിയയും ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫൈവർ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് എന്റെ ചാനലിലുണ്ട്. തീർച്ചയായിട്ടും ആ കോഴ്സുകൾ നിങ്ങൾ കാണണം. 1, 2, 3 ആയിട്ട് ഞാൻ കോഴ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കോഴ്സ് 4 ആയിട്ടാണ് ഇടുന്നത്. കാരണം കംപ്ലീറ്റ്ലി ഫൈവറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ വന്നിട്ടുള്ള എല്ലാ മെസ്സേജസും ഞാൻ ഈ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ട്, കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇപ്പൊ എന്റെ 3 വീഡിയോസ് കണ്ടാലും ക്ലിയർ ആവാത്ത ഡൗട്ടുകളെല്ലാം ആണ് ഞാൻ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ഡൗട്ട് നമുക്ക് വായിക്കാം. ഫൈവറിന്റെ പേയ്മെന്റ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ കമന്റ് ചെയ്യുന്നുണ്ട് ഫൈവറിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ചെയ്തത് അവരൊരു ബയർ അക്കൗണ്ടിലാണ് സൈൻഅപ്പ് ചെയ്തത്. അത് കാരണമാണ് അവരുടെ ഈ പേയ്മെന്റിനും മറ്റു കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. എപ്പോഴും നിങ്ങൾ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി അഥവാ ഇപ്പോൾ ബയർ അക്കൗണ്ട് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ ബിക്കം എ സെല്ലർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് ഒരു സെല്ലർ അക്കൗണ്ട് തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ ഗിഗ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഫൈവറിന്റെ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ യാതൊരു ഇൻവെസ്റ്റ്മെന്റും നമുക്കില്ല. നമ്മൾ അതിന്റെ പേയ്മെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റിന്റെ ടോട്ടൽ എമൗണ്ടിന്റെ 20% ആണ് ഫൈവറിന്റെ കമ്മീഷൻ ആയിട്ട് വരുന്നത്. ഈ 20% എന്ന് പറഞ്ഞാൽ അത്ര വലിയ എമൗണ്ട് ആയിട്ടൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഇത്രയധികം വലിയൊരു പ്ലാറ്റ്ഫോം അവർ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോ ഈ സ്പെൻഡ് ചെയ്യുന്ന 20% നമ്മളിപ്പോ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റിക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലും കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്താലും ഇത്ര വർക്ക് നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ 20% ഇവർക്ക് കമ്മീഷനായിട്ട് തീർച്ചയായിട്ടും പോകും. അല്ലാതെ തുടക്കത്തിൽ യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇതിനില്ല. ഓക്കെ, ഇനി നമ്മുടെ പേയ്മെന്റ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതായത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിലാണ് നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് മറ്റൊരു ഡൗട്ട്. നമ്മളിപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഡെലിവറി ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ക്ലയന്റ് ഒന്നില്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ഒരു റിവ്യൂ തരും, പോസിറ്റീവ് റിവ്യൂ തരും. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 3 സ്റ്റാറോ 4 സ്റ്റാറോ റിവ്യൂ ആയിരിക്കും തരുന്നത്. അപ്പോൾ റിവ്യൂ നമ്മൾ എപ്പോഴും അവരുടെ റിക്വസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ 5 സ്റ്റാർ റിവ്യൂ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഡെലിവറി ചെയ്യുമ്പോൾ റിക്വസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് ഈ ഫൈവറിന്റെ റൂളിന് എഗെയിൻസ്റ്റ് ആണ്. അത് ഓട്ടോമാറ്റിക് അവർ ഫിൽട്ടർ ചെയ്ത് വാർണിംഗ് തരും. സോ ആദ്യമൊക്കെ നമ്മൾ ചെയ്തിരുന്നു ഡെലിവറി ചെയ്യുന്ന ടൈമിന് പ്ലീസ് ഗീവ് മീ 5 സ്റ്റാർ ഫോർ മൈ സർവീസ് എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും 5 സ്റ്റാർ നമുക്ക് തരുമായിരുന്നു റിവ്യൂവിൽ. പക്ഷെ ഇപ്പൊ അത് ചെയ്യാൻ പാടില്ല. അത് ഇവരുടെ റൂൾസിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ക്ലയന്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 14 ദിവസം കഴിഞ്ഞാലേ നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ സെക്ഷനിലേക്ക് ആ എമൗണ്ട് വരികയുള്ളൂ. 20% അവർ കട്ട് ചെയ്തിട്ട് ആ എമൗണ്ട് കിട്ടും. ഇനി ഇപ്പോ അഥവാ ക്ലയന്റ് ആക്സെപ്റ്റ് ചെയ്തില്ല, അവരിപ്പോ റിവ്യൂ ഒന്നും ചെയ്തില്ല, കംപ്ലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് കംപ്ലീറ്റഡ് ആവും, ആ ഓർഡർ കംപ്ലീറ്റഡ് ആവും. അതിനുശേഷം 14 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ബയർ റിക്വസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഡൗട്ടാണ്. ബയർ റിക്വസ്റ്റിൽ നമ്മൾ എങ്ങനെ അവർക്ക് റിപ്ലൈ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ സാധാരണ ഞാനൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കൂടുതലും ആനിമേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത്. ഞാനൊരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പഴയ വർക്കുകളെല്ലാം യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർമാറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ വർക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ മുമ്പ് ചെയ്ത എന്തെങ്കിലും പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അത് യൂട്യൂബിലോ മറ്റേതെങ്കിലും ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഇമേജ് അപ്ലോഡിംഗ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത് അതിന്റെ ഒരു ലിങ്കും ആഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വർക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ ഈ ഫോർമാറ്റ് ചെയ്തു വെച്ച സംഭവം എപ്പോഴും കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടില്ല. ആ റിക്വസ്റ്റ് വായിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ട് വേണം റിപ്ലൈ നമ്മൾ കൊടുക്കാൻ. അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ബയർ റിക്വസ്റ്റ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ 10-20 ആളുകൾ സെയിം ബയർ റിക്വസ്റ്റിന് റിപ്ലൈ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ബയർ ഇപ്പോൾ ഏതെങ്കിലും ഒരു സെല്ലറിന്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയം തന്നെ ബയർ റിക്വസ്റ്റ് അവിടെ നിന്ന് ഡിസപ്പിയർ ആവും, നിങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ ആ സെല്ലറിന് ഓർഡർ കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പിന്നെ നിങ്ങൾ അത് അന്വേഷിച്ചിട്ട് കാര്യമില്ല, അത് പിന്നെ അവിടെ കാണില്ല നിങ്ങൾക്ക്. ഇപ്പോൾ ഒരു ഓർഡർ വന്നാൽ തന്നെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരും, നിങ്ങൾ ലോഗിൻ ചെയ്ത ആ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ വരും. അതുമല്ലെങ്കിൽ എന്തായാലും 2 പ്രോസസ്സാണ്. മെയിൽ വരികയും അതുപോലെ തന്നെ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ ഏറ്റവും മുകളിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ബ്ലിങ്ക് ചെയ്യും, ഒരു റെഡ് കളർ ബ്ലിങ്ക് ചെയ്യും. അതുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടാവും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ വന്നിട്ടുണ്ടാവും എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് ആ റെഡ് ബൾബ് എന്ന് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ മെയിൽ ചെക്ക് ചെയ്യുക. ഓക്കെ,
ഇനിയുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ എത്ര ഗിഗ്സ് നമുക്ക് ഒരു അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ പുതിയൊരു അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 7 ഗിഗ്സ് വരെ മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് എല്ലാം ഡിഫറെന്റ് ഗിഗ്സ് ആയാലും കുഴപ്പമില്ല. ഒരു ഗിഗ് തന്നെ നിങ്ങൾ രണ്ടാമതും പിന്നെയും കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു സർവീസിന് 1 ഗിഗ് മാത്രം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് ഓർഡേഴ്സ് എല്ലാം കിട്ടി ലെവൽ 2 ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ഗിഗ്സ് വരെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ലെവൽ 2 ആണ്, എനിക്ക് 20 ഗിഗ്സ് ആണ് ഇപ്പൊ മാക്സിമം ലിമിറ്റ് ഉള്ളത്. ഓക്കെ, ഇനി ഉള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സപ്പോർട്ടിന് ഇപ്പൊ എന്തെങ്കിലും ക്ലയൻസിനായിട്ട് എന്തെങ്കിലും പ്രോബ്ലമോ അല്ലെങ്കിൽ റീഫണ്ട് ഒക്കെ ചോദിച്ചാൽ എങ്ങനെ കസ്റ്റമർ സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്യും എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ ഫൈവറിന്റെ ഏറ്റവും താഴെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കോൺടാക്ടേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതുമല്ലെങ്കിൽ support.fiverr.com എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതുമല്ലെങ്കിൽ ക്ലയൻസിനായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ലെവൽ 2 അക്കൗണ്ട് ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ ദിവസം തന്നെ വിത്തിൻ ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. ഇപ്പോൾ ലെവൽ 1 അല്ലെങ്കിൽ താഴെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂ ക്ലയൻസിനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് തല്ലുപിടിക്കാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് കസ്റ്റമർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്തിട്ട് അതിനൊരു തീരുമാനം എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി മറ്റുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾ ക്ലയൻസിന് ഇപ്പോൾ ഇൻബോക്സിലൂടെ പരിചയപ്പെട്ട് അവർ പറയുന്ന വർക്ക് ഇൻബോക്സിലൂടെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ ശേഷം ക്ലയൻസിനെ കാണാതായിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് ഫേക്ക് ക്ലയൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഓർഡർ കിട്ടാതെ വർക്ക് ചെയ്ത് കൊടുക്കരുത്. ഇപ്പോൾ എത്ര വലിയ വെബ്സൈറ്റ്, എത്ര മൾട്ടി ബില്യൺ വാല്യൂ ഉള്ള വെബ്സൈറ്റ് ആണെങ്കിലും സ്പാമോ അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പൊ മെസ്സേജിലൊക്കെ ഒരാൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഒരു വർക്ക് സാമ്പിളോ അല്ലെങ്കിൽ അയാൾ തരുന്ന ഡീറ്റെയിൽസ് വെച്ച് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ആദ്യം പറയണം അത് ഫൈവറിന്റെ റൂൾസിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ ഓർഡർ ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്തു തരാൻ സാധിക്കുള്ളൂ എന്ന് പറയണം. ഇപ്പോൾ 2-3 പേര് ഇതുപോലെ കംപ്ലൈന്റ് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പേയ്മെന്റ് ഒന്നും കിട്ടിയില്ല, ക്ലയന്റിന് തന്നെ കാണാനില്ല. അപ്പൊ അത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഓർഡർ കിട്ടിയാൽ മാത്രം നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കുക. ഓക്കെ, ഇനിയുള്ള ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ മൊബൈൽ യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രൊഫൈലും അതുപോലെ തന്നെ ഗിഗെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെരിഫിക്കേഷന് വേണ്ടി മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യാൻ ആ ബട്ടൺ ആക്ടിവേറ്റ് ആവുന്നില്ല. ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചില മൊബൈൽ ഫോണുകളിൽ ഇതിന്റെ കീബോർഡ് വർക്ക് ചെയ്യില്ല. അത് ഫൈവർ ആപ്ലിക്കേഷന്റെ പ്രോബ്ലം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എല്ലാ ഫോണിലും അല്ല, ചില ഫോണുകളിൽ മാത്രം അത് വർക്ക് ചെയ്യില്ല. അങ്ങനെ ഉള്ള ഇഷ്യൂ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് തന്നെ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അതും അല്ലെങ്കിൽ ക്രോം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രൗസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സെയിം പ്രോസസ് തന്നെ പ്രൊഫൈൽ ക്രിയേഷൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏറ്റവും സിമ്പിൾ ഇപ്പോൾ അക്കൗണ്ട് ക്രിയേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് എന്ന് പറഞ്ഞാൽ PC അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബ്രൗസർ യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി മറ്റുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചില ക്ലയൻസ് നമ്മളോട് പറയും ഒരു മെയിൽ ID യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൺ നമ്പർ ഒക്കെ തന്നിട്ട് പറയും ഫൈവറിന്റെ ഔട്ട്സൈഡ് നിന്നിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം, കുറെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറയും. ഇതെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. ഇപ്പോൾ ഇമെയിൽ അല്ലെങ്കിൽ മെയിൽ അതുമല്ലെങ്കിൽ എന്തെങ്കിലും മൊബൈൽ നമ്പർ ഒക്കെ ക്ലയൻസ് തരുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഫൈവറിന്റെ അൽഗോരിതം അത് ഫിൽട്ടർ ചെയ്തെടുക്കും. ഇപ്പൊ നിങ്ങൾ അതിന് റിപ്ലൈ ഓക്കെ നമുക്ക് പുറത്തുനിന്ന് കോൺടാക്ട് ചെയ്യാം എന്നൊക്കെ നിങ്ങൾ റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാർണിംഗ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പൊ ഇമെയിലോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ എന്തെങ്കിലും നിന്ന് കോൺടാക്ട് ചെയ്യാൻ ആരെങ്കിലും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയണം അത് ഫൈവറിന്റെ TOSന് എഗെയിൻസ്റ്റ് ആണ്. കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ മെസ്സേജിങ് ത്രൂ തന്നെ തരണം എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിന് തന്നെയാണ് അതിന്റെ ദോഷം. ഇനി മറ്റൊരു ഇഷ്യൂ ഉള്ളത്, ഇപ്പൊ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗിഗിന്റെ ലിങ്ക് ഇപ്പോൾ ഫേസ്ബുക്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് റിവ്യൂ എക്സ്ചേഞ്ച് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇതെല്ലാം തുടക്കത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ട്രിക്കാണ് റിവ്യൂ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഗിഗ് സർവീസ് അവർ മേടിക്കും, എന്നിട്ട് അതിലൊരു പോസിറ്റീവ് റിവ്യൂ നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ഒരു ഗിഗ് സർവീസ് മേടിക്കണം, ഒരു പോസിറ്റീവ് റിവ്യൂ അവർക്ക് കൊടുക്കണം. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഫൈവറിന്റെ റൂളിന് എഗെയിൻസ്റ്റ് ആണ്. കാരണം ഇത് ഒരു ഒറിജിനൽ ബയർ അല്ല എന്ന് അവർ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഇപ്പോൾ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു, സേവ്ഡ്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഗിഗ് പേജിൽ ചെന്നാൽ കാണാൻ സാധിക്കും ഒരു ലവിന്റെ അല്ലെങ്കിൽ ഒരു ഹാർട്സിന്റെ ചിഹ്നമുള്ളത്. ഇതൊരു ഫേവറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരുന്നു. തുടക്കകാലങ്ങളിൽ ഇതൊക്കെ വർക്ക് ചെയ്തിരുന്നു, ഫേവറേറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരുപാട് പേര് ഫേവറേറ്റിൽ കയറി നിങ്ങളുടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ
നിങ്ങളുടെ ആ ഒരു ഗിഗ് റാങ്കിങ് കൂടും, അത് ഫ്രണ്ട് പേജിൽ വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും വർക്കിംഗ് അല്ല. ഫിവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയത് കാരണം അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സേവ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും വർക്ക് ആവില്ല, അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങളുടെ ഫൈവറിന്റെ റാങ്കിങ് എങ്ങനെ കൂടുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ആദ്യം ചെയ്ത പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള പോലെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് പ്രൊമോഷൻ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് നിങ്ങൾ അറിയാതെ തന്നെ ഏതെങ്കിലും ഒരു സമയം നിങ്ങളുടെ ഗിഗ് ഫ്രണ്ട് പേജിൽ വരും. ഫൈവർ അത് ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഫൈവറിന്റെ ഫ്രണ്ട് പേജിലേക്ക് നിങ്ങളുടെ ഗിഗ് വരും. ആ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓർഡേഴ്സ് ലഭിക്കും. ഒരു ദിവസം തന്നെ 15-20 ഓർഡേഴ്സ് ലഭിക്കും. അപ്പോൾ ഇതെനിക്ക് തീർച്ചയായിട്ടും ഇതിനു മുമ്പൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ പ്രൊമോഷന് വേണ്ടി നമ്മളുടേതായ കാര്യങ്ങളെല്ലാം ചെയ്യാം. അല്ലാതെ ഫൈവർ റൊട്ടേറ്റ് ചെയ്യും. നിങ്ങളുടെ ഗിഗ് ഓട്ടോമാറ്റിക് റാങ്കിങ് കൂടുകയാണെങ്കിൽ ഫ്രണ്ട് പേജിൽ വരികയും ഒരുപാട് ഓർഡേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. ഒരു പ്രാവശ്യം അതുപോലെ നിങ്ങൾക്ക് ഓർഡേഴ്സ് ലഭിക്കുകയാണെങ്കിൽ ഒരു 7-8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഓർഡേഴ്സ് ലഭിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആ മാസം നിങ്ങൾക്ക് ഓർഡേഴ്സ് അധികം ലഭിക്കില്ല. പിന്നെ മറ്റുള്ളൊരു മാസം, കാരണം ഈ 7-8 ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്ന ഓർഡേഴ്സ് ചെയ്യാൻ വേണ്ടി തന്നെ നിങ്ങൾക്ക് 10-20 ദിവസം വേണ്ട വരും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ നിങ്ങൾ അടുത്ത മാസം നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഏകദേശം ആ ഒരു സമയമാകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് വർക്ക് വരും. അങ്ങനെയാണ് ഫൈവറിന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോൾ കൊറോണ ഒക്കെ ആയത് കാരണം ഒരുപാട് കമ്പനീസ് ഒക്കെ ലോക്ക്ഡൌൺ ആയത് കാരണമാണ് ഇപ്പോൾ വർക്ക് കുറവ്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിലാണ് ഫൈവറിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിരുന്ന ട്യൂട്ടോറിയലൊക്കെ കണ്ട ഒരുപാട് പേർക്ക് വർക്ക്സ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അവരെനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. പക്ഷെ അവർ ഗ്രൂപ്പിലൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അവർ ചെയ്യാറുണ്ട്. ഇനി മറ്റുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വന്ന ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ക്യാൻസലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് റെസൊല്യൂഷൻ സെന്ററിൽ. റെസൊല്യൂഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ഓർഡർ വന്നാൽ അതിന്റെ റൈറ്റ് സൈഡിൽ റെസൊല്യൂഷൻ സെന്റർ എന്ന് കാണാൻ സാധിക്കും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് മ്യൂച്വലി ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഓർഡർ വന്നിട്ട് ചെയ്യാതെ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗ് കുറയാൻ സാധ്യതയുണ്ട്. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ക്യാൻസലേഷൻ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. എങ്ങനെയെങ്കിലും നിങ്ങൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ക്യാൻസലേഷൻ അപ്പോൾ നിങ്ങളുടെ റേറ്റിംഗ് തീർച്ചയായിട്ടും കുറക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്, നിങ്ങളിപ്പോൾ മറ്റുള്ള ഏതെങ്കിലും വർക്കിൽ ബിസി ആണ് എന്നുണ്ടെങ്കിൽ, ഇതിലിപ്പോൾ വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് വർക്ക് ഒഴിവാക്കാം. അതിനുവേണ്ടി ചെയ്യേണ്ടത് വെക്കേഷൻ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ പ്രൊഫൈലിൽ പോയാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് അധികം വർക്ക് വന്നാൽ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ വെക്കേഷൻ മോഡിൽ ഇടാം. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം നിങ്ങൾക്ക് വെക്കേഷനിൽ പോകാം, എപ്പോൾ നിങ്ങൾ തിരിച്ചു വരും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂ ഓർഡേഴ്സ് ഒന്നും നിങ്ങൾക്ക് വരില്ല. പിന്നെ അത്രയും ദിവസം നിങ്ങൾക്ക് വെക്കേഷൻ മോഡിൽ ഇടാനും സാധിക്കും. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിന്റെ താഴെ ഞാനൊരു സജൽസ് ടെക് സെന്ററിന്റെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ ഫൈവറിൽ ജോയിൻ ചെയ്ത എല്ലാവരും ആ ഒരു ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ റാങ്കിങ് കൂട്ടാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഗിഗിന്റെ ആഡ് അല്ലെങ്കിൽ ഗിഗിന്റെ ലിങ്ക് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പറയാം ദിസ് ഇസ് ഫോർ വ്യൂ എക്സ്ചേഞ്ച് എന്ന് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ താഴെ ഒരുപാട് പേര്, ഇതിൽ ഗ്രൂപ്പിലുള്ള ആളുകൾ തന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്യും, വ്യൂ എക്സ്ചേഞ്ച് ചെയ്യാൻ പറയും. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഗിഗിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ പേജ് ഒരു 2-3 മിനിറ്റ് കാണുക. ഇത് മാത്രമാണ് മറ്റുള്ള അംഗങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യൂവും ഇംപ്രഷൻസും കൂടും. മറ്റു കാര്യങ്ങളൊന്നുമല്ല, റാങ്കിങ് ഒന്നുമല്ല. റാങ്കിങ് കൂടും, വ്യൂ കൂടുന്നതനുസരിച്ച് റാങ്കിങ്ങും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് ഇത്. മറ്റുള്ള എക്സ്ചേഞ്ചോ മറ്റുള്ള ഫ്രോഡ് പരിപാടിയൊന്നുമല്ല. ജസ്റ്റ് നിങ്ങളുടെ ലിങ്ക് മറ്റൊരാൾ ഒന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഗിഗ് ഇതിൽ പോസ്റ്റ് ചെയ്യുക. ഇപ്പൊ ആരെങ്കിലും അത് ക്ലിക്ക് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ വ്യൂവും ഇംപ്രഷനും കൂടും. അത് മുഖേന നിങ്ങൾക്ക് റാങ്കിങ് കൂടും, നിങ്ങൾക്ക് ഓർഡേഴ്സും ലീഡ്സും കൂടാനുള്ള ചാൻസും കൂടിയുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പ് പ്രത്യേകമായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും അതിലൊന്ന് ജോയിൻ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം ഇംപ്രഷൻസ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗിഗ് മറ്റുള്ള ആളുകൾക്ക് കാണാനും അവർക്ക് ഇപ്പോൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും എല്ലാം ഇത് സാധ്യമാകും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും റിവ്യൂസുമായി ഞാൻ വരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.